ഹായ് ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? കുറേ കാലങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ ഇടലില്ല കേട്ടോ. അപ്പോൾ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴേലൊക്കെയാണ് ഇടുന്നതെങ്കിലും കണ്ടാൽ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും തരാൻ മറക്കണ്ട. അപ്പം ഇന്ന് രാവിലത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ക്യാരറ്റ് കൊണ്ട് ഒരു തോരനും മീൻ പുളിമുളക് വെച്ചു, പിന്നെ പരിപ്പ് കൊണ്ടൊരു കറിയും വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് മാങ്ങ കൊണ്ടുവന്ന് തന്നീനു. ആ മാങ്ങ വെച്ചങ്ങാണ്ട് ഒന്ന് അച്ചാറിട്ട് തരുമോ ചോദിച്ചങ്ങാണ്ട് അരിഞ്ഞൊക്കെ കൊടുക്കണം കേട്ടോ. അമ്മ കൊടുന്നത് പിന്നെ തൊലിയൊക്കെ കളഞ്ഞാണ്. അപ്പോൾ ഇവിടെയും തന്നെ അച്ചാറൊക്കെ കഴിഞ്ഞേക്കണ്. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, ഏതായാലും ഉമ്മ കൊണ്ടുവന്നത് കുറച്ചുള്ളല്ലോ, അതിൽക്കൂടെ കുറച്ചും കൂടി ഇട്ടുങ്ങാണ്ട് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാം. എന്നാൽ കുറച്ച് ഉമ്മാക്ക് കൊടുക്കാം, കുറച്ച് അമ്മക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അച്ചാറുണ്ടാക്കണം. അച്ചാർ ഞാൻ ഒരുപാട് വട്ടം ഉണ്ടാക്കിയതായതുകൊണ്ട് അങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾ വിചാരിച്ചു ഇവക്ക് എവറോ ഇതന്നെ പണിയെന്ന്. അപ്പം അങ്ങനെയല്ല കേട്ടോ, ഒന്ന് ഉമ്മാക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം അതിൽ കൂടി കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാൻ നല്ലോണം ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കണത്. പിന്നെ മാങ്ങ ഞാൻ ഉമ്മ കൊടുന്നത് ആദ്യം കൊടുന്നത് അപ്പം തന്നെ കുറച്ച് ഇപ്പൊക്കെ നല്ലോണം പിന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അരിഞ്ഞതും പിന്നെ വേറെ ഒരു പാത്രത്തിലാക്കി വീണ്ടും ഇപ്പൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉപ്പൊക്കെ രണ്ടിലും പിടിച്ചിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അച്ചാറ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ഇട്ടുങ്ങാണ്ട് നല്ലോണം വഴറ്റി, അതേപോലെ ഞാൻ കടുകും ഉലുവയും കുറച്ച് വറുത്ത് പൊടിച്ച് വെച്ചിക്കണ്. പിന്നെ കായപ്പൊടി, പിന്നെ കാശ്മീരി മുളകാകുമ്പോൾ നല്ല കളർ കിട്ടുമല്ലോ. പച്ചമുളകും ഇഞ്ചിയും കൂടി ആകുമ്പോൾ അതിൻ്റെ എരിവ് തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഭയങ്കര എരിവൊന്നും ഇട്ടിട്ടില്ല. താഴെ മക്കൾക്ക് ഭയങ്കര എരിവൊന്നും പറ്റൂല. അതിനനുസരിച്ചാണ് ഇട്ടിക്കണത് കേട്ടോ. അപ്പം അങ്ങനെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മസാലയൊക്കെ നല്ലോണം കറുത്ത കളറായി വന്നിക്കണ്. അപ്പം ഇനി അതിലേക്ക് നമുക്ക് മാങ്ങ തട്ടിക്കൊടുക്കാം. അപ്പം ആദ്യം ഉമ്മ കൊടുന്ന മാങ്ങ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മറ്റേ മാങ്ങയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അരിഞ്ഞ മാങ്ങ കുറച്ച് വലുതും ഉമ്മ അരിഞ്ഞ ചെറിയതാക്കിയോണ്ടാണ് കേട്ടോ. രണ്ടും കൂടിയാണ് മിക്സ് ചെയ്ത് ഒന്നാക്കുകയാണ്. അപ്പം അങ്ങനെ അപ്പോൾ മാങ്ങ അച്ചാർ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഇടുന്നതുകൊണ്ടേ അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചും തരും. കടയിൽ പോയാൽ അവിടെയും മാങ്ങ അച്ചാർ, അവിടെ മാങ്ങയും നാരങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് പെസഹവ്യാഴവും നാളെ ദുഃഖവെള്ളിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഇന്നിവിടെ ഒരുപാട് പണികളുണ്ടായിരുന്നു. അങ്ങനെ പോകാത്ത ദിവസം നമുക്ക് തട്ടലും കൊട്ടലും ഒക്കെയാണല്ലോ, അങ്ങനെയുള്ള പരിപാടികളൊക്കെയായിരുന്നു. അപ്പോൾ നമ്മളെ അച്ചാർ ഇവിടെ അടിപൊളിയാക്കണം. അപ്പം നമുക്ക് ഇതിക്ക് ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ നമുക്കിപ്പോൾ നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഉലുവയും കടുകും പൊടിച്ചതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ മേലെ ശർക്കര ഒരു തുള്ളി, അത് നമുക്ക് പുളി ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് ചെറിയൊരു മധുരം വരാനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുങ്ങാണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത്ര പരിപാടി തന്നെ ഉള്ളൂ. അച്ചാർ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട്, മഴയൊന്നുമില്ല, നല്ല ചൂട് തന്നെയാണ്. ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. എല്ലാ വർഷത്തിലേറെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഈ വർഷം ചൂട്. അപ്പോൾ ലീവ് എടുക്കുമ്പോൾ തോന്നും അതന്നെ നല്ലത് എന്ന്. കാര്യം അവിടെ ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മളെ കായപ്പൊടി ഇട്ടു കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ ചൂടാറിയിട്ടുള്ള പാത്രത്തിലാക്കാൻ പാട്. അങ്ങനെ പക്ഷെ നമ്മളെ ഇങ്ങനെയുള്ള ചട്ടികളിൽ നിന്ന് ഇത് മാറ്റുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ചീത്തയാവാൻ സാധ്യത ഉണ്ട്.
ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി പച്ച എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലതാട്ടോ. പൂത്തൊന്നും വരില്ല, പൂപ്പ് ഇല്ലാതാകാൻ ഇത് സഹായിക്കും. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഇനി നമുക്കിത് ചൂടാറട്ടെ. അടിപൊളിയാണ് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കി, ഉപ്പും എല്ലാം പാകത്തിന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്. അസ്സലാമു അലൈക്കും.